എല്ലാവർക്കും AK ക്രിയേറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകെ കാണുന്ന ഈ കൊട്ടാരം കണ്ട, ഇതാണ് പാലിയം കൊട്ടാരം. നമ്മുടെ നന്ദന സിനിമയൊക്കെ ഇല്ലേ, നന്ദന സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത കൊട്ടാരണി കാണുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല, പുറത്തുനിന്നുള്ള വീഡിയോസ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജഗതിയൊക്കെ വന്ന് ഇറങ്ങുന്ന സീനില്ലേ, അതൊക്കെ ഇവിടെ കുഞ്ഞമ്മേ എന്ന് വിളിക്കല്, ആ സീനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഇലാൻ വരുന്നത് ചേനമംഗലത്താണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാലിയം കൊട്ടാരത്തിൻ്റെ സൈഡാണിത്. നമുക്ക് ഉള്ളിൽ കയറി കാണാൻ ഫുള്ള് വീഡിയോസൊന്നും ഉള്ളിൽ കയറി എടുക്കാനായിട്ട് നമുക്ക് അനുമതിയില്ല. പുറത്തുനിന്ന് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് ഈ രണ്ട് സൈഡിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ബാത്റൂമാണ്. പണ്ട് കാലത്ത് ഈ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ബാത്റൂം. ഉള്ളിലാണെന്ന് ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി അവർ പുറത്തിട്ടിരിക്കുന്നുണ്ട്. പാലിയം നാലുകെട്ട് മ്യൂസിയമാണ്. അറ്റത്ത് കാണുന്നതാണ് ഈ പാലിയം കൊട്ടാരത്തിൻ്റെ കുടുംബക്ഷേത്രമാണ്. ആ അറ്റത്ത് കാണുന്നത്. നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല, പുറത്തുനിന്ന് മാത്രം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നാലുകെട്ട്. അതായത് കൊട്ടാരത്തിലെ സ്ത്രീകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെയും താമസിക്കുക. എന്നിട്ട് ഭർത്താക്കന്മാർ സംബന്ധത്തിന് വേണ്ടി ഇവിടേക്കാണ് വരിക. അതായത് കൊട്ടാരത്തിനകത്തല്ല താമസിക്കുക, സ്ത്രീകളെല്ലാവരും ഇതിനകത്താണ് താമസിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ ഒരു ചരിത്രം പറയണമെങ്കിൽ പണ്ട് പോർച്ചുഗീസുകാരെ കയ്യിലായിരുന്നു. പോർച്ചുഗീസ് കോട്ടപ്പുറം കോട്ടയൊക്കെ പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഡച്ചുകാർ വന്നപ്പോൾ പാലിയത്തച്ഛൻ ഡച്ചുകാരെ സഹായിച്ച് കോട്ട പിടിച്ചെടുക്കാനായിട്ട്, പോർച്ചുഗീസിൻ്റെ കോട്ട പിടിച്ചെടുക്കാനായിട്ട് ഡച്ചുകാരെ സഹായിച്ച്. അപ്പോൾ അതിന് പകരമായിട്ട് ഡച്ചുകാർ വെച്ച് കൊടുത്താണ് ഈ പാലിയം കൊട്ടാരം. ഇപ്പോൾ ഇതിന് ചുറ്റും താമസിക്കുന്ന വീട്ടിലൊക്കെ ആളുണ്ട്. പാലിയം കൊട്ടാരത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് താമസിക്കുന്നത്, പുതിയ തലമുറക്കാർ. നമുക്ക്
ഉള്ളിൽ മുഴുവൻ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് അനുമതി ഇല്ലല്ലോ. ഫോട്ടോ ഉള്ളിലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഗൈഡുകൾ പറഞ്ഞു തരും. പക്ഷേ നമുക്ക് ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും അനുമതിയില്ല.